ഞാൻ എന്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഓർമ്മയിൽപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അത് കല്യാണത്തിലും പാലിക്കേണ്ടതുണ്ട്, അത് ഓഡിറ്റോറിയത്തിലാണെങ്കിലും പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളി, കല്യാണത്തിനായിരുന്നാലും അത് വീട്ടിലായിരുന്നാലും അത് ഇനി ഓഡിറ്റോറിയത്തിലായിരുന്നാലും അള്ളാഹ് പറഞ്ഞിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കല്യാണം നടക്കണമെങ്കിലേ കുറച്ച് പണിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതോ എവിടെ കിടന്നിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിനെ നമ്മളിലേക്ക് അള്ളാഹു തന്നെ അടുപ്പിച്ചു തരാ. ആ അടുപ്പിക്കാൻ എന്താ വേണ്ടുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പെണ്ണിന്റെ വാപ്പനെ കൊണ്ട് പറയിപ്പിക്കുന്നു, സവ്വജതുക വ അൻകഹതുക. ഈ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഈ കുടുംബം പിന്നെ ഒരേ ശരീരമായി മാറുകയാണ്. ആ കുടുംബം അത്രയും അടുക്കുകയാണ്. ഇതെങ്ങാനും അകന്നുപോയാൽ പിടുത്തം വിട്ട രൂപത്തിലേക്കാകുന്നത് നമ്മൾ കാണുന്നില്ലേ സഹോദരങ്ങളെ? പിടുത്തം വിട്ടുപോകുന്നതിൽ കാണുന്നില്ലേ? പറയാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവൂ? അതെങ്ങാനും അകന്നു പോയാൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലോ അംഫഖത മാ ഫിൽ അർളി ജമീഅ ലമാ അല്ലഫ ബൈന ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് തന്നെ കല്യാണങ്ങളിൽ മാമാങ്കങ്ങൾ നടത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം. പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കല്യാണങ്ങളിൽ മാമാങ്കങ്ങൾ സമ്മതിച്ചുകൂടാ. അത് പടക്കം പൊട്ടിച്ചിട്ടാലും വേണ്ടിയില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴുള്ള ആകെയുള്ള ഒരു പണി ഫോട്ടോ കണ്ട് പിടിച്ചു കിട്ടണം, ഫോട്ടോ കണ്ട് എടുത്തു കിട്ടണം. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടേക്കെങ്കിലും മണ്ടിക്കോളും അല്ലേ? ആ രൂപത്തിലാണുള്ളത്. ഞാൻ ഫോട്ടോകൾ പിടിക്കുന്നതിന് ആവശ്യത്തിന് നിങ്ങൾ പിടിച്ചോളൂ. ഞാൻ എന്റെ രക്ഷിതാക്കളോട് ഉമ്മമാരോട് പറയുന്നു, ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തിയിട്ട് നിന്റെ മകളെ നീ അങ്ങോട്ട് വിട്ടുകൊടുക്കണ്ട അല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ മകളെ നീ വിട്ടുകൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഫോട്ടോഗ്രാഫറും ഇവളുമാണ് പിന്നെ എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നത്? വയലിക്ക് അല്ലെങ്കിൽ കാട്ടുക്ക് അല്ലേ? എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നത്? എന്റെ ഒരു എളാപ്പാന്റെ വീടുണ്ടായിരുന്നു പൊന്മുണ്ടത്ത്. ഞാൻ അവിടെ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നത്. അപ്പൊ കടക്കുന്ന ഒരു വണ്ടി വന്നിട്ട് ഇറങ്ങുന്നു. എവിടുന്ന മക്കളെ എങ്ങളെന്ന് വെച്ചിന്റെ എളാമ്മ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കല്യാണ പരിധി വരികയാണ്. എന്ത് ഇവിടെ കല്യാണമല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇല്ല, ഇവിടെ ഈ മരത്തിന്റെ പടന്നാണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്, നല്ല ഷോ പോയിന്റ് ഉണ്ടാണല്ലോ, നല്ലൊരു പോയിന്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നല്ല ഫോട്ടോ ഒക്കെ കിട്ടും. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, മാമാങ്കങ്ങൾക്ക് കുറച്ചൊക്കെ തന്റെ ഇടം പോകണം. അള്ളാഹുവിനെ മറക്കണ്ട. അതുകൊണ്ട് തന്നെ കല്യാണം ഓഡിറ്റോറിയത്തിൽ നടത്തിക്കോളൂ. നടത്തുന്നതിനും ഞാനെതിരല്ല. ഞാൻ കല്യാണത്തിന് പോകലുണ്ട്, അവിടെ പോകലുണ്ട്. എന്നെ കൊണ്ട് പറ്റാത്തത് കണ്ടാൽ ഞാൻ അവിടെ പറയും ചെയ്യും. അത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അത് ആദ്യം തന്നെ എന്നോട് വിളിക്കുന്നവരോട് ഞാൻ പറയലുമുണ്ട്. പറ്റാത്തത് കണ്ടാൽ ഞാനത് പറയും. പക്ഷേ അവിടെ നടക്കുമ്പോ മൂലയിൽ കൊണ്ട് പോകുന്ന പിന്നെ എന്ത് മാത്താൻ കുത്തുവാക എന്നാണോ നമ്മുടെ ചിന്ത, എന്നാ ചിന്തിച്ചോ ആ കല്യാണം എവിടെ എത്തിക്കണം എന്നുള്ളത് അതേ സ്പീഡിൽ ചിലപ്പം കണ്ടു പോകുന്ന കൂടെ ഉണ്ടാവില്ല, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചാൽ. അതുകൊണ്ട് തന്നെ ആ മാമാങ്കങ്ങൾ നമ്മുടെ കല്യാണങ്ങളിൽ വരരുത്. പിന്നെ ഒരു സ്വഭാവമുണ്ട്, താലികെട്ടല്. പുതിയാപ്പള സുബ്ഹാനല്ലാഹ് ഉളുപ്പില്ലാത്തൊരു പരിപാടി. ഉളുപ്പ് കണ്ടൊന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് നിക്കാഹും കഴിഞ്ഞ് എന്നാ പിന്നെ ഈ പെണ്ണിനെ നിക്കാഹ് കഴിയുന്നതോടുകൂടെ ഇവനക്ക് കാണാം തൊടാ, ഇനി അവന്റെ ഭാര്യയാണ്. പക്ഷേ ഇവന്റെ കൂടെയുള്ള കൂട്ടാളികൾക്ക് ആരെ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത്? അതാരും കെട്ടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നേരെ മറിച്ച് അവിടെ ഒരു അക്കത് നടക്കുമ്പോ, ഇത് ഏതാ അക്കത് എന്നറിയുന്നത്? ഈ രണ്ടാളെ ജീവിതം പിന്നീട് കാലാകാലം ഹലാലായി കിട്ടണം. അതിന് വേണ്ടിയുള്ള ഒരു ഷർത്തും പറഞ്ഞു ഒത്തൊരു അക്കതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനാ കുറ്റക്കാര്. അറിയൂ നിങ്ങൾ, ഖത്തീബാണ് കുറ്റക്കാരൻ. ഖത്തീബിനോട് ചോദിക്കാണ്, എന്തെവിടെ ഒജ്ജുണ്ടെന്നില്ല അവിടെ എന്ന് അല്ലാഹു തആല ചോദിച്ചാൽ അവിടെ സ്വഹീഹായ സാക്ഷികൾ വേണം. അവിടെ അതിൻ്റെതായ പദങ്ങൾ നടക്കണം. എല്ലാം അതിന്റെ റാഹത്ത് പോലെ നടക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മയിൽപ്പെടുത്തുകയാണ്.